ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കല്യാണം മഴ മാസത്തിൽ വേണമെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു മഴയല്ല ഞാൻ പ്രതീക്ഷിച്ചേ. പക്ഷെ എന്നാലും കുറച്ച് ക്ലൈമറ്റ് ബാഡാണ്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കുറച്ച് ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ച് എന്താ പറയാ, കുറച്ച് ലേശം എല്ലാത്തിലും കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളതും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ജയിനെ കണ്ട സമയത്ത് ജയ് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് സംസാരിക്കത്തില്ല, അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ സംസാരിക്കുമ്പോൾ അവന്റെ കംഫോർട്ട് സോണിൽ അവൻ വളരെ അധികമായിട്ട് അവൻ സംസാരിക്കാറുണ്ട്. അപ്പോ അത് ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ ഓൾറെഡി വാള് വെച്ചിട്ട് അവതരിക്കണം. എനിക്ക് ഭക്ഷണം ബാക്കി അത്രയ്ക്ക് കിട്ടണം. സത്യം ഞാൻ ഉറങ്ങിയിട്ടുമില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല, ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഈ ഭക്ഷണം എനിക്ക് സെറ്റ് ആക്കണം. രണ്ടുപേരും ഇവിടെ ലുക്ക് ചെയ്തോ, രണ്ടുപേരും ഇവിടെ പിന്നെ അതിനെക്കാട്ടി അപ്പുറമായിട്ട് ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്, പുള്ളിയാണെങ്കിൽ ഇപ്പൊ ഇൻട്രോവേർട്ട് ആണ്. ബട്ട് സ്റ്റിൽ അവൻ ഞാനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വരുന്ന സമയത്ത് ആ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവം ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്താണോ ഇഷ്ടം, അല്ല എന്റെ ഇഷ്ടങ്ങൾ എന്താണ്, അതിനൊക്കെ അവൻ എന്താ പറയാ, അതിനൊക്കെ എഫോർട്ട് എടുക്കാറുണ്ട്. അത് ഭയങ്കര വലിയ കാര്യമാണ്. വൈബ്രന്റ് ആണ് ആള്, ഭയങ്കര ജെന്യൂനാണ്, എനർജറ്റിക് ആണ്, ഓടി നടക്കും. ഫംഗ്ഷൻ ആയാലും എല്ലാരും വേഗം ലൈക്ക് ഫ്രണ്ട്സ് ആവും. ആരും അങ്ങനെ മറക്കത്തില്ല. ഒരു വട്ടം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖം ഓർമ്മയിരിക്കും, പേര് ഓർമ്മയിരിക്കും. ആ ഡീലിങ്സ് ആണ്. കണക്ഷൻ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഭയങ്കരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും നമുക്കൊരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കാനും ഒക്കെ. ചില ദിവസങ്ങളിൽ 4 മണിയിൽ നമ്മള് ഇപ്പം ലേഡീസ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് വരിക. എനിക്ക് പലപ്പോഴും തോന്നിട്ട് ഇവിടെ എന്താ കഴിക്കുന്നേ, ഇങ്ങനെ ഇരിക്കാനായിട്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഈ ഡാൻസിലും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആളെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്, ആർഗ്യുമെന്റ്സിലും ഉണ്ട്, കേസിന്റെ കാര്യങ്ങളിലാണെങ്കിലും വെരി എഫിഷ്യന്റ്. ഇങ്ങനെ സംഭവമാണ്. ഭാവന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അവനറിയുന്ന ആരുമില്ല അവിടെ. ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവനവും നമ്മുടെ ഭാവന അങ്ങനെ പറയാം. ജയിന് ശരിക്കും ഭാവന ഒരു അസെറ്റാണ്. ജയ് ഇൻട്രോവേർട്ട് ആണ്, ഭാവന എക്സ്ട്രോവേർട്ട് ആണ്. ഓപ്പോസിറ്റ്സ് നമ്മള് അട്രാക്ട് ചെയ്യുന്ന പറയുന്ന പോലെയാണ് അവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. ജയ് ഭയങ്കര ലക്കി ആയിരിക്കും. ബിക്കോസ് ഭാവന ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. കൂടെ നിൽക്കുന്ന ആള് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ജയ് ഭയങ്കര ലക്കി ആയിരിക്കും ഭാവനേനെ കിട്ടിയതിന്. എന്താണ് അതെ, നല്ല അത്യാവശ്യം നല്ല സിംഗാണ്. നേരെ ഇരിക്കാൻ കഴിയുമ്പോൾ ഈ രണ്ട് എണ്ണം ഇങ്ങനെ ഇരിക്കണം.
നല്ല ബ്രൈറ്റ്